അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാടുകളിൽ ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ പെരുകി വരികയാണ്. നമുക്ക് ഒരു ദൈവവുമില്ല എന്നിട്ട് ഇവർ ചെയ്യുന്ന പരിപാടിയോ, ഇവർക്ക് പരാതിയുണ്ട്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ, ദൈവമില്ല എന്ന് പറയുന്നവർ, ഇത് പ്രചരിപ്പിക്കുന്നവർ, അതേപോലെ ഇവർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും പരാതി പറയാനും അവകാശമില്ല. ഇവരെന്തിനാണ് പരാതി പറയുന്നത്? ഇവർ പറയും പലപ്പോഴും കുട്ടികൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ പറയും കണ്ടാ നിങ്ങൾ ദൈവം എവിടെ പോയി, ദൈവമില്ല, ദൈവമിതാ ഇങ്ങനെ, ദൈവം നീതിമാനല്ല, ദൈവം കുട്ടികളെ കൊല്ലുന്നിടത്ത് ദൈവം ഇടപെടുന്നില്ല, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, കുട്ടികൾ മരിക്കുമ്പോൾ ദൈവം ഒരു ഇടപെടൽ നടത്തുന്നില്ല. ശരി, നിങ്ങൾക്ക് ദൈവമില്ല എന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം. ഇങ്ങനെയുള്ള വിശ്വസിക്കുന്ന ആളോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ സംസാരത്തിൻ്റെ ആദ്യ പകുതി ഇങ്ങനെയുള്ളവരോടും രണ്ടാമത്തെ പകുതി വിശ്വാസികളോടും സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവമില്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പരാതി പറയാൻ എന്ത് അവകാശം, ഇതാണുള്ളത് നിങ്ങൾക്ക്? പലപ്പോഴും നമ്മൾ അവകാശത്തെക്കുറിച്ച് നമ്മൾ പറയും, ഭയങ്കരമായി എനിക്ക് അങ്ങനെ കിട്ടണം, ഇങ്ങനെ കിട്ടണം, ഇത് കിട്ടണം. നമ്മൾ ചെയ്യേണ്ട കടമകളെക്കുറിച്ചോ നമ്മളാരും പറയില്ല. ഭർത്താവിന് അവകാശങ്ങളുണ്ട്, ഭാര്യയ്ക്ക് അവകാശങ്ങളുണ്ട്, അല്ലെ കുട്ടികൾക്ക് അവകാശങ്ങളുണ്ട്. ശരി, കടമകളോ? അതേപോലെ നിങ്ങൾക്ക് അതേപോലെ ചിലപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, പ്രകൃതി ദുരന്തമുഖത്തെ നായ നൽകുന്ന പാഠമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വന്ന ഒരുപാട് കമൻറ്റുകൾ, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരുപാട് കമൻറ്റുകൾ വന്നു. നിങ്ങൾക്കൊക്കെ മരിച്ച സ്വർഗമുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ, നിങ്ങൾ ഊരിൽ നിങ്ങൾ കാത്തു നിൽക്കുകയാണല്ലോ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എന്താണതിന്? നമ്മൾ മരിച്ചാൽ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. നിങ്ങൾക്ക് സ്വർഗത്തിൽ വിശ്വാസമില്ല, നരകത്തിൽ വിശ്വാസമില്ല, ദൈവത്തിൽ തന്നെ വിശ്വാസമില്ല. ഏകകോശ ജീവിയായ അമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെ ഇവിടെ തനിയെ ഉണ്ടായെന്നാണ് നിങ്ങളുടെ വാദം. ഈ പ്രകൃതി, അതുപോലെ സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥവും ഇതൊക്കെ തനിയെ ഉണ്ടായി. ലക്ഷക്കണക്കിനായ നക്ഷത്രങ്ങൾ, മരുഭൂമിയിലെ മണൽത്തരികളെക്കാൾ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഇതൊക്കെ തനിയെ ഉണ്ടായി. ഇത് ഒന്നാം ആകാശത്തിൻ്റെ ഒരു പൊട്ട് പോലും, ഈ ശാസ്ത്രീയമായി പറയുന്ന ആളുകൾ പറയും, ഒരു പൊട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ, ബാക്കി കണ്ടെത്തണം. ഇങ്ങനെയുള്ള ഈ വലിയ ലോകം തന്നെ, സൂര്യൻ്റെ ചന്ദ്രൻ്റെയും ശരണങ്ങളെ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കൂ. കൃത്യമായി അതിൻ്റെ കൃത്യത തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ഉദയവും അതിൻ്റെ അസ്തമയവും. അപ്പോൾ ഇതെല്ലാം വെറുതെ തനിയെ ഉണ്ടായി എന്നാണ് നിങ്ങൾ വാദമെങ്കിൽ, ഇതിന് പിന്നെ ഒരു സൃഷ്ടിയില്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ പരാതി പറയാൻ പറ്റും? നിങ്ങളെന്തിനാണ് എല്ലാവർക്കും പോയി കമൻറ്റ് എഴുതുന്നത്? നിങ്ങളെന്തിനാണ് കുട്ടികൾ മരിക്കുമ്പോൾ പരാതി പറയുന്നത്? സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ പോലും നമ്മളെങ്ങനെ സമാധാനിക്കുക? നമ്മൾ എന്താ സമാധാനത്തിൻ്റെ വാക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക? നമുക്കിപ്പോൾ സാധാരണ ഒരു വിശ്വാസിയാണെങ്കിൽ, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനായിക്കോട്ടെ, ഒരു വിശ്വാസിയാണെങ്കിൽ, ദൈവവിശ്വാസിയാണെങ്കിൽ നമുക്ക് പറയാം, ബേജാറാക്കാനില്ല, ചെറിയ കുട്ടിയാണല്ലോ, സ്വർഗം ഉണ്ടാവും, സ്വർഗം ലഭിക്കും, ഒരുപാട് പുണ്യം ചെയ്ത ആണാണല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ മരിച്ചാൽ. പക്ഷേ ഇവരോട് എന്ത് പറയും? ദൈവമില്ല, ദൈവവിശ്വാസമേ ഇല്ല. അപ്പോൾ എന്താ, നായായി, പന്നിയായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളെ മരിച്ചു വീഴുന്നത് പോലെ മരിച്ചു വീഴുകയാണോ മനുഷ്യൻ? മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ. ഇനി ഇവിടെ എല്ലാം തനിയെ ഉണ്ടായി എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ഞാൻ പറയും, ഒരു മുട്ടുസൂചി പോലും ഇവിടെ വെറുതെ ഉണ്ടാവുമോ? ഞാൻ പറയാം നിങ്ങളോട്, ഒരു മരത്തടി രാത്രി ഉണ്ടായിരുന്നു. രാവിലെ ആകുമ്പോൾ ഇതുണ്ട് ഇങ്ങനെ, ഈ പിന്നായിട്ട് ഇതിങ്ങനെ പല്ല് കുത്തുന്ന തുപ്പിക്ക് എന്തെങ്കിലും പറയാം. ഈ സാധനം രാവിലെ മരത്തടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. ഈ സൂചി, മനുഷ്യനറിയാം, ഈ സൂചി ഇത് തനിയെ ഉണ്ടായി, രാവിലെ നമുക്ക് ഉണ്ടായി എന്നാൽ നിങ്ങൾ എന്താ പറയുക? അവൻ പൊട്ടനാന്ന് പറയാം അല്ലേ? ഇനി ഒരു കുപ്പി വെള്ളം ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഉണ്ട്, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം. അപ്പോൾ ഞാൻ പറയാം, രാവിലെ എണീക്കുമ്പോൾ ഉണ്ടോ ഒരു കുപ്പി വെള്ളം ഇവിടെ, വെള്ളം എങ്ങനെ വന്ന്? അപ്പോൾ നിങ്ങൾ എന്താ പറയുക? ഒന്നുകിൽ ഞാൻ രാത്രി കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എൻ്റെ കൂട്ടുകാർ ഇവിടെ വെക്കണം എൻ്റെ ടേബിളിൽ. അല്ലെങ്കിൽ ഈ വെള്ളം ഇവിടെ തനിയെ വരില്ല, അത് നമുക്കറിയാം. അതുപോലെ ചെറിയ കുട്ടിയെ നിങ്ങൾ നോക്കി നോക്കുക. ആ കുട്ടിയുടെ പിന്നിൽ വെച്ച് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുക. ശബ്ദം ഉണ്ടാക്കുമ്പോൾ കുട്ടി തിരിഞ്ഞ് ഇങ്ങനെ നോക്കും, 4 ഭാഗം നോക്കും. മനുഷ്യൻ്റെ ഫിത്രത്താണത്, ശുദ്ധ പ്രകൃതിയാണ് മനുഷ്യൻ്റെ. അപ്പോൾ അവനിക്കറിയാം എന്തോ ശബ്ദം തനിയെ ഉണ്ടാവില്ലെന്ന് ആ കുട്ടിക്ക് പോലും അറിയാം. അതുപോലെ നമുക്കറിയാം മറ്റൊരു കാര്യമാണ്, തെറ്റ് ചെയ്യുന്ന ആളുകൾ ആദ്യമായി തെറ്റ് ചെയ്യുമ്പോൾ, ഏതൊരു മനുഷ്യനും ആദ്യം തെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര കുറ്റബോധം ഉണ്ടാകും മനുഷ്യന്. അതെങ്ങനെയാണ് ഉണ്ടാകുന്ന കുറ്റബോധം? ഒരു പ്രശ്നമില്ല. ഇപ്പോൾ മറ്റുള്ളവരെ ഈ ദൈവത്തിൽ വിശ്വാസമില്ല, സ്വർഗ്ഗമില്ല, നരകമില്ല, നന്മ ചെയ്താലും തിന്മ ചെയ്താലും പ്രശ്നമില്ല, എങ്ങനെ വേണം ജീവിക്കുക? അതല്ലേ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത്? എന്താ പല വാദങ്ങളും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പല വാദങ്ങളും ഇവർ പറയാറുണ്ട്. ഇവിടെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് കുറ്റബോധം, ഏതൊരു മനുഷ്യനും മനസ്സിലാകാൻ വേണ്ടി പറയാണ്, ഒരു കുറ്റബോധം ഉണ്ടാവും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കരമായ കുറ്റബോധം. ഫസ്റ്റ് ഭയങ്കരമായിട്ടുണ്ടാവും, പിന്നെ കുറഞ്ഞു വരും. നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ കുറ്റബോധം കുറയും, ശരിയാണ്. പക്ഷേ ആ കുറ്റബോധം എങ്ങനെ ഉണ്ടായി? അതേപോലെ നീതിയും അനീതിയും, ഈ ദുനിയാവിൽ അനീതിയില്ലേ? തീർച്ചയായും അനീതി ഉണ്ട് അല്ലേ? വലിയ സമ്പന്നരായ ആളുകൾ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവും, അവർ വലിയ അധികാരത്തിലും വലിയ പൈസൻ്റെ പവർ കൊണ്ട് രക്ഷപ്പെടുന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും തെറ്റ് ചെയ്താൽ. അതേപോലെ പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുന്നു.
ഒരുപാട് ആളുകൾ പട്ടിണിയിലാണ്, ഒരുപാട് ആളുകൾ സമ്പന്നരാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ബ്രൂണൈ സുൽത്താൻ്റെ കഥ വായിച്ചു. വലിയ വലിയ വിമാനങ്ങളും സ്വർണ്ണം പൂശിയ ടോയ്ലറ്റുകളും അതേപോലെ സ്വർണ്ണം പൂശിയ കൊട്ടാരങ്ങളും അങ്ങനെയുള്ള ഒരുപാട് 1200 വലിയ റൂമുകളിലെ കൊട്ടാരങ്ങളും അങ്ങനെ ഒരുപാട് സാമഗ്രികൾ ജീവിക്കുന്ന ആളുകൾ, സമൃദ്ധിയിൽ ജീവിക്കുന്ന ആളുകൾ. മറുവശത്ത് പട്ടിണിപ്പാവങ്ങൾ, നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ആളുകൾ, വെള്ളം കുടിക്കാൻ ഗതിയില്ലാത്ത ആളുകൾ, വെള്ളമില്ലാത്ത പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, വസ്ത്രത്തിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അനീതിയില്ലേ? ശരിക്കും ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ ഒരു അനീതിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പരാതി പറയാൻ കഴിയില്ല. അനീതിയുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. കാരണം എന്താ? നിങ്ങൾക്ക് വിശ്വാസം തന്നെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ പരാതി പറയും? അതേപോലെ എന്തുകൊണ്ട് ഈ അനീതി? ഇത് ദുനിയാവിലെ നിരർത്ഥകതയാണ്. നോക്കൂ, നിങ്ങൾ കൈയില്ലാത്ത ആളുകളുണ്ട്, കാലില്ലാത്ത ആളുകളുണ്ട്, കണ്ണ് കാണാത്ത ആളുകളുണ്ട്, ചെവി കേൾക്കാത്ത ആളുകളുണ്ട്, മുറിവ് ചെവിനായ ആളുകളുണ്ട്, പല രീതിയിലുള്ള വികൃതമായ അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആളുകളുണ്ട് ലോകത്ത്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നിങ്ങളുടെ ആ പ്രയാസം, വിഷമവും ബുദ്ധിമുട്ടും പ്രയാസം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ച് നീക്കി തരും. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്കാലും പ്രവാചകൻ പറഞ്ഞു, അജബല്ലി അംരിൽ മുഹ്മിൻ്റെ കാര്യം അത്ഭുതമാണ്. അവൻ്റെ കാലിൽ മുള്ളു തറക്കുന്നത് പോലും അവന് പ്രതിഫലമുണ്ട്. അപ്പോൾ ഒരു പ്രയാസമുള്ളതിൻ്റെ പേരിൽ, ഒരു അംഗവൈകല്യമുള്ളതിൻ്റെ പേരിൽ അവൻ സഹിക്കുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, കുത്തുവാക്ക് കേട്ടതിൻ്റെ പ്രയാസങ്ങൾ, അവൻ്റെ മനസ്സിനെ ആളുകൾ പറഞ്ഞ് വേദനിപ്പിച്ചത്, സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ, ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ, അങ്ങനെ പലതും ചിലപ്പോൾ വീട് വെക്കാത്തതിൻ്റെ പേരിൽ, വാഹനം ഉണ്ടാകാത്തതിൻ്റെ പേരിൽ, കുടുംബക്കാരൊക്കെ കുറ്റം പറയുമ്പോൾ, അങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഒരു മനുഷ്യൻ സഹിക്കാറുണ്ട്. സമ്പന്നനെ സഹിക്കാറുണ്ട്, സാധാരണ ആളുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ മരണത്തിന് ശേഷം ഒരു യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നു നിങ്ങൾക്ക്. അവിടെയാണ് രക്ഷയും ശിക്ഷയും ഉള്ളത്. അവിടെ യഥാർത്ഥ രക്ഷയും ശിക്ഷയും ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയാണ് സംഭവം. അനീതിയുണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ ദുനിയാവിൻ്റെ നിരർത്ഥകതയാണ് ഈ അനീതി കാണിക്കുന്നത്. ഈ അനീതി എന്താ കാണിക്കുന്നത്? ഒരു ദുനിയാവിൻ്റെ നിരർത്ഥകത. ഇനിയിപ്പോൾ നോക്കൂ, ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയെ ഒരാൾ വധിച്ചു കളഞ്ഞ് നമുക്കറിയാം. ആ സംഭവങ്ങൾ ന്യൂസ് വൈറലായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അവനെ പിടിച്ച് ശിക്ഷിക്കണമെന്നുണ്ട്, ഭരണാധികാരികൾക്ക് പോലും ശിക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ എത്രമാത്രം നൽകാൻ പറ്റും? നിങ്ങൾ ഒറ്റൊരു തൂക്കുകാരല്ല ഒരാൾക്ക് നൽകാൻ പറ്റും. അതുപോലെ മില്യൺ കണക്കിന് ആളുകളെ കൊന്ന ആളുകളുണ്ട് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹിറ്റ്ലറെ പോലുള്ള ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ആളുകൾ. അവർക്ക് ഈ ദുനിയാവിൽ ശിക്ഷ നൽകുകയാണെങ്കിൽ എത്ര ശിക്ഷ നൽകാൻ പറ്റും? ഒറ്റൊരു പ്രാവശ്യം കൊല്ല, അല്ലേ? അതേപോലെ വർണ്ണത്തിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ലോകത്ത്. അപ്പോൾ എങ്ങനെ ഈ കുറ്റവാളികളെ ഒറ്റ പ്രാവശ്യം കൊല്ലാൻ പറ്റും നമുക്ക്? പക്ഷേ നമ്മളെന്താ പറയുക? മോനെ വീണ്ടും കൊല്ലണം, മോനെ കൊന്നൂല, നരകിച്ച് ആകണം എന്നല്ലൊക്കെ നമ്മൾക്ക് അങ്ങനെയൊക്കെയല്ല പറയാം. നമ്മൾ ഇങ്ങനെ തെറ്റ് ചെയ്ത ആളുകളെ, കുട്ടികളൊക്കെ ഉപദ്രവിച്ച ആളുകളെ. ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടൊരു വീഡിയോ, ചെറിയ കുട്ടിയെ ഉപദ്രവിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇവിടെ അവർക്കുള്ള ശിക്ഷ മതിയായി തീർന്ന് ഒരു തൂക്കാർ കൊടുത്താൽ പോലെ. അപ്പോൾ പിന്നെയും കൊല്ലണം. അതാ പിന്നെയും ശിക്ഷിക്കുന്ന ഒരു ലോകം വരാനുണ്ട്. അതാണ് നമുക്ക് ഈ വിശ്വാസികളോട് പറയാനുള്ളത്. അപ്പോൾ അവിശ്വാസികൾക്കാ നിങ്ങളോട് നമ്മൾ എന്ത് പറയാനാ? തീരെ ദൈവമില്ല, ഈ ലോകമില്ല, ഈ ലോകത്തെ തനിയെ ഉണ്ടായി എന്ന് പറയുന്നത് നിങ്ങളോട് നമ്മൾ എന്ത് പറയാനാ? അതേപോലെ ചില വിശ്വാസികളോട് അതിനുള്ള എൻ്റെ സംസാരം. വിശ്വാസികൾ, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകൽ ഒരിക്കലും. നിസ്കാരം നിലയുള്ള ആളുകൾ പോലും പറയാറുണ്ട്, ദൈവമില്ല എന്ന് പറയുന്ന രാജ്യത്ത് ഭയങ്കര സമാധാനമുണ്ട്. അത് പഠനങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ശ്രീനിവാസൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞു തോന്നുന്നില്ല, ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീനിവാസനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ സമാധാനത്തിലും നല്ല ഇതിലാണ്, അവിടെയൊക്കെയുള്ള രാജ്യങ്ങൾ പുരോഗതിയിലാണ്. അല്ല, ഒരിക്കലും അങ്ങനെയല്ല. അവർ സമാധാനത്തിന് നൽകുന്ന മാനദണ്ഡം വ്യത്യാസമുണ്ട്. നമ്മൾ നൽകുന്ന മാനദണ്ഡം എന്താണ്? സമാധാനം, ശാന്തി എന്ന് പറഞ്ഞാൽ അവനക്കൊന്ന് ഡ്രഗ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മദ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രസ്സോ, കൊക്കൈന, എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കാതെ നല്ല രീതിയിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ കുടുംബമായി ജീവിച്ചു പോകുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. സമാധാനത്തിൽ സന്തോഷമാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുക, അല്ലേ? എന്നാൽ ഒരു സമാധാനത്തിൻ്റെ മാനദണ്ഡം ഇത് നോക്കുന്ന ആളുകൾ നൽകുന്ന മാനദണ്ഡം എന്താ വെച്ചാൽ, അവർക്ക് ഭൗതിക വിഭവങ്ങൾ വെച്ചിട്ടാണ് അവർ നോക്കുന്നത്. അവർക്ക് വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, സാമ്പത്തികമായി പ്രതിസന്ധി, പ്രയാസം, ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് ബുദ്ധിമുട്ടൊന്നും അങ്ങനെ പോയി അപ്പോൾ തന്നെ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നില്ല. അവർക്ക് പിന്നെയുണ്ട്, സമ്പത്തുണ്ട്. അവർ ഗവൺമെൻറ് അങ്ങനെ സെറ്റിങ്സ് ആക്കി വെച്ചിട്ടില്ല. അവർക്ക് അത്ര പ്രയാസമില്ല. അവർക്ക് ഗവൺമെൻറ് തലത്തിൽ പിന്നെ ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ അവർ അവിടെ ആത്മഹത്യയില്ല, അവിടെ കൊക്കൈനില്ല, അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നില്ല. ചില വിശ്വാസികൾ പോലും തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പൂർണ്ണമായി പഠിക്കുക, 4 ഭാഗം ചിന്തിച്ച് പഠിക്കുക നമ്മൾ. അതേപോലെ പ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കുക. ഇപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മനുഷ്യൻ, സൃഷ്ടികൾ അത്യുത്തമനായ മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ പിന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. ആയിഷ റബിയോട് സാഹിബികൾ ചോദിച്ച സമയത്ത് പ്രവാചകൻ പറഞ്ഞില്ല, ലഖദ് ഖുൽഖുഹു ഖുർആൻ. പ്രവാചകൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല മാതൃക. ആ പ്രവാചകൻ്റെ പോലെ അവസ്ഥ നിങ്ങൾ നോക്കുക. പിതാവിൻ്റെ മരണം, പിതാവുണ്ടായിരുന്നില്ല ജനിക്കുമ്പോൾ, അബ്ദുള്ള ഉണ്ടായിരുന്നില്ല. ആമിന, നബിൻ്റെ മാതാവ് ആമിന കുറച്ചു കാലം കൊണ്ട് മരിച്ചു. അങ്ങനെ പൂർണ്ണമായി യതീമായി. പിന്നെ സംരക്ഷണം ഏറ്റെടുത്തവർ അബൂ താലിബ്.
ആദ്യം അബ്ദുൽ മുത്തലിബ് മരിച്ചു, പിന്നെ അബൂ താലിബ്, അതുപോലെ ഖദീജ റളിയല്ലാഹുവിൻ്റെ മരണം, ആമുൽ ഉദുൻ എന്നറിയപ്പെടുന്ന ദുഃഖവർഷം എന്നറിയപ്പെടുന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന വർഷം. ഇങ്ങനെ ഉള്ള ദുഃഖങ്ങൾ പ്രവാചകനുണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. മക്കളെ നോക്കൂ നിങ്ങൾ, അബ്ദുള്ള, ഇബ്രാഹിം, ഖാസിം, ഇവരൊക്കെ മരുന്നു. സ്വന്തം കൈകൊണ്ട് 3 മക്കളെ മറവ് ചെയ്യുക എത്ര പ്രയാസമായിരിക്കും. ഒരു കുട്ടി മരിച്ച നമ്മളുടെ വിഷമം നമുക്കറിയാം. അപ്പോൾ ഈ 3 കുട്ടികളെ സ്വന്തം കൈ കൊണ്ട് മറവ് ചെയ്തവൻ്റെ ഒരു മനുഷ്യൻ്റെ വിഷമം എത്രയായിരിക്കും. അതുപോലെ 3 പെൺകുട്ടികളെ റുഖിയ, ഉമ്മു കുൽസു, ഇവരൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈ കൊണ്ട് മറവ് ചെയ്തു. അതുപോലെ അവർ വിവാഹമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കുക, നബിയുടെ മക്കളുടെ വിവാഹമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ. അതേപോലെ പിന്നെ അവസാനം നിലനിൽക്കുന്ന ഒരു മകൾ ഫാത്തിമ റളിയല്ലാഹു അവസാനം മരണക്കടക്കിൽ കിടക്കും പ്രവാചകൻ വന്നിട്ട് പറയാം, എൻ്റെ കാലശേഷം നീയാണ് എന്നിലേക്ക് വന്നു ചേരുക ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞ്. അതുപോലെ ബദർ യുദ്ധത്തിൽ ജയിച്ചു വരുന്ന സമയത്ത് പോലും പ്രവാചകൻ്റെ ഒരു മകൾ മരിച്ച ബേജാറിലായിരുന്നു പ്രവാചകൻ. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ. മറ്റു പ്രവാചകന്മാർ ചരിത്രം, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രങ്ങൾ വായിച്ചു നോക്കൂ. രോഗബാധിതനായിക്കൊണ്ട് എത്ര കാലമാണ് അദ്ദേഹം പ്രയാസപ്പെട്ടത്. അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കൂ. ആ ജീവിതത്തിൻ്റെ ഒരു ഒഴുക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ സൂറത്ത് ബഖറയിൽ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാദമുണ്ടെന്ന്, അതുപോലെ നിങ്ങളെ എല്ലാം കൊണ്ട് പരീക്ഷിക്കുമെന്ന്. ഇതൊരു പരീക്ഷണമാണ് ദുനിയാവ്. ആര് നന്മ ചെയ്യുന്നു, ആര് മോശം ചെയ്യുന്നു അന്ന് പരീക്ഷിക്കാൻ വേണ്ടി. ലിനബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാണെന്ന് വേണ്ടി പരീക്ഷിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചത്. അതേപോലെ നോക്കുകയാണ് ആരാണ് നന്മ ചെയ്യുന്നത് മുൻകരുതുന്നത്. അതുപോലെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും അവിശ്വാസികളുടെ വീഡിയോകൾ ഒരുപാട് കണ്ട് തെറ്റിദ്ധരിച്ചു പോകരുത്. സമാധാനത്തെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചും മതവിശ്വാസത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കണം. കൂടുതൽ ചെറിയ സംസാരത്തിൽ പരിധികളുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാക്കണം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.